കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഗ്രൂപ്പില്ലാത്ത നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൽ ഞാൻ എല്ലാ കോൺഗ്രസുകാരുടെയും പ്രവർത്തനത്തെ ഞാൻ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ, ഈ 4 വർഷമായി നല്ല പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ പാലോട് രവിയെ ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തിരുവനന്തപുരം DCCക്ക് വേണ്ടി ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. തുടർന്നും ഉള്ള പ്രവർത്തനത്തിന് അദ്ദേഹത്തിന്റെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിന് ഒരു നല്ല ഭാവി ഉണ്ടാക്കിയെടുക്കുന്നതിന് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് മുഴുവനും കേട്ടാൽ ഒരു ശാസന രൂപത്തിൽ ഒരു DCC പ്രസിഡന്റ് ഉത്തരവാദിത്വമാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തനം ശക്തമാക്കേണ്ടതിന്. ആരെങ്കിലും എതിരായി നിൽക്കുന്നുണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസത്തിലൂടെ ആരെങ്കിലും മാറി നിൽക്കുകയാണെങ്കിൽ അവരെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു DCC പ്രസിഡന്റ് ഉത്തരവാദിത്വമാണ്. അത് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അത് തീർച്ചയായിട്ടും അതിനെപ്പറ്റി ചില വാക്കുകൾ, അത് നമ്മളെല്ലാം മനുഷ്യരല്ലേ, നമ്മൾ ഉപയോഗിച്ചു വരുമ്പോൾ ചില വാക്കുകൾ നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്ന് വന്നുപോകും.